ഒഡീസയിലെ ഭുവനേശ്വറിലെ ഭരത്പൂരിലായിരുന്നു ക്യാപിറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 28, 2024 ഒരു ഈവനിങ് 4 മണി ടൈമിലാണ് പ്രദ്യുമ്നകുമാർ എന്ന് പറയുന്ന ഒരാൾ ആളുടെ വൈഫിനെയും കൊണ്ട് ഒരു ഓട്ടോയിൽ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. അയാൾ ഓട്ടോയിൽ നിന്നിറങ്ങി അലറി വിളിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി ഇതിലോട്ട് കൊണ്ടുപോയി ഡോക്ടേഴ്സ് ആളുടെ വൈഫിനെ പരിശോധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇയാളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഭാര്യയ്ക്ക് പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിലോട്ട് ചെന്ന് കയറുന്ന ടൈമിൽ വൈഫ് അൺകോൺഷ്യസ് ആയിരുന്നു, ടാബ്ലറ്റ്സും സാധനങ്ങളൊക്കെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ എന്തോ മരുന്ന് വാരി കഴിച്ചതാണ്, ആത്മഹത്യക്ക് ട്രൈ ചെയ്തതാണെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ഇയാളുടെ വൈഫിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിന് ഈ സ്ത്രീ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. നേരെ പുറത്തു വന്ന് ഇയാളുടെ അടുത്ത് ഭാര്യ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുകയായിരുന്നു. ഇത് കേട്ട് അയാൾ അലറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങി. ചെറിയൊരു അടിയായിരുന്നു സാറേ, അവൾ ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2020 ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, 2024 ആയിട്ടുള്ളൂ. ഈ 4 വർഷത്തിൻ്റെ ഇടയിലാണ് ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൾക്ക് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പിച്ചും പേയൊക്കെ ആൾ പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രദ്യുമ്നകുമാറിൻ്റെയും ആളുടെ ഭാര്യയായിട്ടുള്ള ശുഭശ്രീ നായിക്കിൻ്റെയും സ്റ്റോറിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ശുഭശ്രീക്ക് വെറും 26 വയസ്സായിരുന്നു കേട്ടോ പ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള സൂയിസൈഡ് കേസുകളും മറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അധികൃതർ പോലീസുകാരെ വിവരം അറിയിക്കും. കാരണം ഇതൊരു അൺനാച്ചുറൽ ഡെത്താണ്. സോ പോലീസിനെ വിവരം അറിയിക്കേണ്ടത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇവർ പോലീസിനെ ഇൻഫോം ചെയ്തത്. അങ്ങനെ പോലീസുകാർ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തി. അതിനുശേഷം ഈ ഒരു പ്രദ്യുമ്നകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്തായിരുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം, എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തതെന്നുള്ളതൊക്കെ ചോദിച്ചപ്പോൾ ഈ പ്രദ്യുമ്നകുമാർ പറഞ്ഞു, ഓൾറെഡി ഞാനും ശുഭശ്രീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ അതൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ആകെപ്പാട് അടിയായി ആളുടെ സ്വന്തം വീട്ടിലായിരുന്നു നിന്നിരുന്നത് ഒരു 6 മാസ കാലത്തോളം കഴിഞ്ഞ്. അതിനുശേഷം തിരിച്ചെൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. എന്നാൽ അപ്പം തന്നെ ഇങ്ങനെയുള്ളൊരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ ഓപ്പണായിട്ട് ആൾ പോലീസിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ FIR ഒക്കെ ഇട്ടു. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസും മറ്റൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തെന്നുള്ള തരത്തിലായിരുന്നു അത്. എന്നാൽ ഓൾറെഡി ബോഡി ഓട്ടോപ്സിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇതൊരു ക്ലിയർ കേസ് ഓഫ് മർഡർ ആണ് തങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്. കാരണം ഗുളികകളും മറ്റൊന്നും കഴിച്ച് ആത്മഹത്യ ചെയ്തതായിരുന്നില്ല ശുഭശ്രീ. ആ സ്ത്രീയുടെ ശരീരത്തിൽ അനസ്തീഷ്യയുടെ ഓവർഡോസ് ആയിരുന്നു പോലീസുകാർ കണ്ടെത്തിയത്. പോലീസിന് കാര്യം മനസ്സിലായി, ആരോ ഫോഴ്സ്ഫുള്ളി ഇവരുടെ ദേഹത്ത് അനസ്തീഷ്യ കുത്തിവെച്ച് കൊന്നതാണ്. ഉടനെ തന്നെ ഈ ഒരു പ്രദ്യുമ്നകുമാറിനെ അറസ്റ്റ് ചെയ്യാണ്. കാരണം അവസാനമായിട്ട് ഇവരെ ജീവനോടുകൂടി കണ്ടതും അയാളാണ്. അതുപോലെ തന്നെ ഈ മരിച്ച സിറ്റുവേഷനിലും ആദ്യം തന്നെ കണ്ടതും ഇയാളാണ്. സോ ഇയാൾക്ക് ഈ ഒരു മേർഡറിൽ എന്തായാലും പങ്കുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അയാളെ കസ്റ്റഡിയിലെടുത്തു, നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അപ്പോൾ ഒക്കെ അയാൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും പറയാണ്. ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്ന ടൈമിൽ വൈഫ് അൺകോൺഷ്യസ് ആയിട്ട് കിടക്കായിരുന്നു. അതിന് മുന്നേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. അവൾ ഗുളിക എടുത്ത് കഴിച്ചു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല എന്നുള്ള, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചും മറിച്ചും തന്നെയായിരുന്നു ആൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും താനും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് അയാൾ സ്ഥാപിക്കുകയായിരുന്നു. അതായത് ഒന്നും അയാൾ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ പോലീസുകാർ ഇയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് ഒരു ക്ലൂ ലഭിക്കുന്നത്. ഇയാൾ പാരലായിട്ട് 2 സ്ത്രീകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 സ്ത്രീകളും നഴ്സുമാരുമായിരുന്നു. അജിത എന്നായിരുന്നു അതിലൊരു സ്ത്രീയുടെ പേര്, 22 വയസ്സായിരുന്നു അവർക്ക് പ്രായം. മറ്റൊരു സ്ത്രീയുടെ പേര് റോജി എന്നായിരുന്നു, 19 വയസ്സായിരുന്നു അവർക്ക് പ്രായം. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ടും വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയാസിലും ഇവർ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ അവരുടെ മെസ്സേജുകളിൽ നിന്നും മറ്റുമൊക്കെ ഇവർ ഒരാളല്ല കൊല ചെയ്തത്, 3 പേര് കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രൈം എക്സിക്യൂട്ട് ചെയ്തതെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ അയാളെ പോലീസുകാർ കാണിച്ചു കൊടുത്ത് പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് അഡ്വക്കേറ്റിനെ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്തതായിട്ട് അജിതയെയും റോജിയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2 പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു പോലീസുകാർ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തത്.
പോലീസിനപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രദ്യുമ്നകുമാർ ഈ ഒരു അജിതയെയും റോസിയെയും യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളത്. കാരണം ഇവർ രണ്ടുപേരും നഴ്സുമാരാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു അനസ്തേഷ്യ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. സ്റ്റാർട്ടിങ്ങിൽ ഇവരൊന്നും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും പോലീസുകാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഇവർ തന്നെയാണ് ലോക്കൽ അനസ്തേഷ്യ കൊടുത്ത് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ഒക്ടോബർ 28 ശുഭശ്രീയെ റോജിയുടെ വീട്ടിലോട്ടായിരുന്നു ഇയാൾ കൊണ്ടുചെന്നിട്ടുണ്ടായത്. അവിടെ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെയും ആ ഒരു സ്ത്രീക്ക് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അങ്ങനെ ഓവർഡോസ് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രദ്യുമ്നകുമാറും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് ആണ് കേട്ടോ ചോദിക്കുന്നത്, റോജിയുടെ അടുത്തും അതുപോലെ തന്നെ ഈ ഒരു അജിതയുടെ അടുത്തും. അപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ മറുപടി ഏകദേശം ഒന്നായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനും പ്രദ്യുമ്നകുമാറും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പോൾ ആളുടെ വൈഫാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആകെപ്പാടുള്ളൊരു പ്രശ്നം. വൈഫാണെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞോട്ട് പോകുന്നുമില്ല. അതേപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശുഭശ്രീ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ളൊരു തരത്തിലാണ് രണ്ടുപേരും മറുപടി പറഞ്ഞത്. രണ്ടുപേരും സെയിം ഉത്തരമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അജിതയുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോജി എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ വന്നതെന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു അജിത പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രണയത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് റോജി അതിൻ്റെ ഇടയിൽ വന്നതെന്നുള്ളത്. റോജിയുടെ അടുത്ത് ചോദിച്ചപ്പോഴും സെയിം മറുപടി, അജിത ഞങ്ങളുടെ പ്രണയത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ വന്നതാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ മറുപടി. അതായത് ഇയാൾ ഈ രണ്ട് നഴ്സുമാരെ യൂസ് ചെയ്തിട്ട് ഒരു കൊലപാതകം നടത്തുകയായിരുന്നു. ഇവരെ രണ്ടുപേരെയും പാരലലി പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരാളുടെ അടുത്ത് മറ്റൊരാൾ ഫ്രണ്ടാണെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദ്യുമ്നകുമാർ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. രണ്ടുപേരെയും അയാൾ പാരലായിട്ട് പറ്റിച്ചുകൊണ്ട് പോവുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരാണ്. സ്വന്തമായിട്ട് ചെറിയ വീടൊക്കെ എടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ പല സമയങ്ങളിലും ഓരോരുത്തരുടെ വീടുകളിൽ ഇയാൾ മാറി മാറി നിൽക്കലും പതിവായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പ്രദ്യുമ്നകുമാറും ശുഭശ്രീയും തമ്മിൽ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ ഇയാൾക്ക് പല കണക്ഷൻസും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു 2 കണക്ഷനിലോട്ട് എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭാര്യനെ അയാൾ ഭാര്യയുടെ സ്വന്തം വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ട് അയാൾക്ക് തോന്നിയ പോലെ അയാൾ ആളുടെ കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അപ്പോൾ ശുഭശ്രീക്ക് ആ സമയത്ത് 26 വയസ്സായിരുന്നു പ്രായം. ഈ പ്രദ്യുമ്നകുമാറിന് 24 വയസ്സുമായിരുന്നു പ്രായം. 2020 ഇവരുടെ വിവാഹം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രണയ വിവാഹമായിരുന്നു. അതായത് കുറേ നാൾ ഇവർ പ്രണയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വിവാഹം കഴിച്ചത്. വീട്ടുകാർക്കൊക്കെ അത്യാവശ്യം എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശുഭശ്രീക്ക് എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും പ്രദ്യുമ്നകുമാർ തൻ്റെ ഹസ്ബൻഡ് ആണെന്നും അയാളുടെ ഒപ്പമാണ് തനിക്കൊരു ജീവിതം ഉള്ളതെന്നും എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചിരിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ പ്രദ്യുമ്നകുമാറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ആവശ്യത്തിന് കാമുകിമാരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭാര്യ അയാൾക്കൊരു ബാധ്യതയായിട്ട് മാറുകയായിരുന്നു. അങ്ങനെയാണ് ഭാര്യനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അയാൾ എത്തുന്നത്. അപ്പോൾ റോജിയും അതുപോലെ തന്നെ അജിതയും കൺഫസ് ചെയ്തതിന് ശേഷമാണ് പോലീസുകാർ അവരുടെ സ്റ്റൈലിൽ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പ്രദ്യുമ്നകുമാർ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നതും അതുപോലെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതും. അതായത് ഇയാളും ഇയാളുടെ വൈഫും തമ്മിൽ ഇടക്കിടക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇടക്കിടക്ക് അവൾ വീട്ടിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഭാര്യയുടെ സ്വന്തം വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നിരുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞിട്ടാണ് ഇനി വരണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത ടൈമിൽ ആളുടെ വൈഫ് ആളിങ്ങനെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തായാലും എന്നെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകണം, എനിക്കിനി എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടാണ് ഞാൻ താമസിക്കേണ്ടത് നിൻ്റെ കൂടെയാണ്, ഞാൻ ജീവിക്കേണ്ടത് നിൻ്റെ കൂടെയാണ്, അല്ലാതെ എനിക്കിവിടെ സ്ഥിരമായിട്ടൊന്നും നിൽക്കാനായിട്ട് പറ്റില്ല. ഇപ്പം തന്നെ 6 മാസമായി, നീ എന്നെ വിളിച്ചുകൊണ്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യുള്ളൂ, എനിക്ക് വേറൊരു വഴിയില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു ശുഭശ്രീ പറയുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ അയാൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതായത് അവിടെ വെച്ചിട്ട് ശുഭശ്രീ ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ക്രൂരതകളും കാര്യങ്ങളും എല്ലാം തന്നെ നാട്ടുകാരെല്ലാം അറിയും. എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാരറിയും. അതേപോലെ തന്നെ താൻ എന്തായാലും അകത്താവും. അതായത് ഫിസിക്കലി, മെൻ്റലി, സെക്ഷലി ഒക്കെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഇയാളെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. ഇനി തനിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാർഗം എന്നുള്ളത് അയാൾ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ആൾക്ക് വേറൊരു ഐഡിയ കിട്ടുന്നത്. അതായത് അവളുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ആത്മഹത്യ ചെയ്താലേ ഒരു പ്രശ്നമുള്ളൂ, തൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്താൽ വലിയ സീനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തരത്തിലായിരുന്നു അയാൾ ചിന്തിച്ചത്.
അങ്ങനെയാണ് അയാൾ ഭാര്യയെ വിളിക്കുന്നത്. ഒക്ടോബർ 28-ാം തീയതി നമുക്ക് ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാം, അതിനുശേഷം നമുക്ക് വീട്ടിലോട്ട് പോകാം, എന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇയാളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇയാൾ 2 നേഴ്സുമാരായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഈ ഒരു റെജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്ത്രീ ഇല്ലാതായി കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഭാര്യയായിട്ടുള്ള ശുഭശ്രീ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് അജിതയുടെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതായിരുന്നു. ഈ അജിതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ശുഭശ്രീ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമുക്ക് ഈ ഒരു റോജിയുടെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു പ്രദ്യുമ്നകുമാറിനായിട്ട് മറ്റാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. പോലീസുകാർ ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞപ്പോഴാണ്, അതായത് രണ്ടുപേരെയും ഇരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകുന്നത്. അതായത് ഈ പ്രദ്യുമ്നകുമാർ ഞങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇവർ പൂർണ്ണമായിട്ടും എവിടെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് സാക്ഷി പറയാമെന്നും ഇയാൾ കാമത്തിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങളെ ഉപയോഗിച്ചതായിരുന്നെന്നും ഇയാൾ പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയതെന്നൊക്കെയുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പോലീസിൻ്റെ അടുത്തെല്ലാം തന്നെ തുറന്നു പറയുന്നത്. ഇത്രത്തോളമൊക്കെ ആയപ്പോഴത്തേനും പ്രദ്യുമ്നകുമാറിന് മനസ്സിലായി തനിക്കിനി വലിയ രക്ഷയൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 28-ാം തീയതി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ആളും ആളുടെ വൈഫും കൂടി ഒരു റോജിയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഓൾറെഡി റോജിയും അതുപോലെ തന്നെ അജിതയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് പരിചയം, നിങ്ങൾ എവിടെയാണ്, എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സ്ത്രീയെ അവർ കസാരയിൽ പിടിച്ചിരുത്തിയിട്ട് കൈയും കാലമൊക്കെ കെട്ടിയിടുകയായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ആ സ്ത്രീക്ക് ലോക്കൽ അനസ്തേഷ്യ ഓവർഡോസ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഈ ഒരു ശുഭശ്രീ മയങ്ങിയതിന് ശേഷം അവരുടെ വായിൽ കുറേ ഗുളികകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. അതായത് ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്താണെന്ന് വിചാരിച്ചോട്ടെ എന്ന് ചിന്തിച്ചിട്ടായിരുന്നു അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവർ 3 പേരും മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോപ്സി നടക്കുമെന്നും അതിനുശേഷം റിപ്പോർട്ട് വരുമെന്നും പോലീസുകാർ കണ്ടുപിടിക്കുമെന്നുള്ളതൊന്നും ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഈ ഒരു പ്രദ്യുമ്നകുമാർ ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വളരെ ബേസിക് ആയിട്ടുള്ള നഴ്സുമാരായിരുന്നു. എന്നാലും അവർക്ക് എന്താ പറയുക, അത്രക്കുള്ള ബോധവും കാര്യങ്ങളൊന്നും പോയില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രദ്യുമ്നകുമാർ കുറച്ച് നാൾ മുന്നേ ഓൾറെഡി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽസ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ രണ്ടുപേരും ഞങ്ങൾ ഓൾറെഡി ടെർമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ നിന്നല്ല അനസ്തേഷ്യ കിട്ടിയിട്ടുള്ളത്. അവരവരുടെ ID കാർഡും മറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന്, മെഡിക്കൽ ഷോപ്പിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചതായിരിക്കും. എന്തായാലും ഇവിടെ നിന്നല്ല എന്നുള്ള കാര്യമായിരുന്നു ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുണ്ടായത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്കെതിരെ കൊലക്കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഫർദർ ഡെവലപ്മെൻറ്റ്സ് ഈ ഒരു കേസിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.